നിങ്ങളുടെ വീട്ടിലുള്ളതേ ഒരു ബാറ്ററി ഉള്ള ഇൻവെർട്ടർ ആയാലും ശരി, 2 ബാറ്ററി ഉള്ള ഇൻവെർട്ടർ ആയാലും ശരി, 3 ബാറ്ററി 4 ബാറ്ററി ഉള്ള ഇൻവെർട്ടർ ആയാലും ശരി, ആ ഒരു സാധാരണ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കാനായിട്ട് ഈ ഒരു ചാർജ് കൺട്രോളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കാനായിട്ട് പറ്റും. ഇങ്ങനൊരു ബോക്സിലാണ് നമ്മളുടെ MPPT സോളാർ ചാർജ് കൺട്രോളർ വന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് 12, 24, 36, 48. അതായത് 12 വോൾട്ട് ബാറ്ററി, 24 വോൾട്ട് ബാറ്ററി, 36 വോൾട്ട് ബാറ്ററി, 48 വോൾട്ട്. ഇതിലേത് ടൈപ്പ് ബാറ്ററിയാണ് നിങ്ങൾ വീട്ടിലിരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ MPPT മതി നമുക്കത് സോളാർ ഇൻവെർട്ടർ ആക്കി മാറ്റാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു ബാറ്ററി ആണ് ഇരിക്കണമെങ്കിൽ നമുക്ക് 800 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. 2 ബാറ്ററി ആണെങ്കിൽ 1600 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. 3 ബാറ്ററി ആണെങ്കിൽ 1800 വരെ കണക്ട് ചെയ്യാം. 4 ബാറ്ററി ആണെങ്കിൽ 2200 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഓൺ ഗ്രിഡ് ഉണ്ടെങ്കിൽ ശരി, നമ്മുടെ ആ ഒരു പഴയ ബാറ്ററി ആക്കി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇത് വെച്ചിട്ട് സോളാർ ഇൻവെർട്ടറാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പകലൊക്കെ നമ്മുടെ വീട്ടിലുള്ള ലൈവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഓൺ ഗ്രിഡിലേക്ക് കൂടുതലായിട്ട് സേവിങ് നമുക്ക് കിട്ടും. അതായത് ഗ്രിഡിലേക്ക് കൂടുതൽ യൂണിറ്റ് അങ്ങോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു MPPT വാങ്ങിക്കാനും അതുപോലെ തന്നെ DC കേബിള്, DC ബ്രേക്കർ, സോളാർ അനുബന്ധ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.